ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി നിർത്തിയെന്ന ആരോപണം തള്ളുകയാണ് മുഖ്യമന്ത്രി. യഥാർത്ഥത്തിൽ അദ്ദേഹം പരിപാടിയിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായല്ലോ. അത് ഇത് പരിപാടിയുടെ കാര്യം എങ്ങനെയാണ് വരുന്നത്? നമ്മളല്ല പരിപാടി ഫൈനലൈസ് ചെയ്യുന്നത്. പരിപാടി പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി അംഗീകരിച്ച് വന്നതിന് ശേഷമാണ് ഫൈനൽ രൂപം വരിക. ആ ഫൈനൽ രൂപം ഇപ്പോൾ വന്നല്ലോ. അതിൽ അദ്ദേഹവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിനു പിന്നിൽ ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യമാണെന്ന പ്രതിപക്ഷത്തിന്റെ വാദത്തെ തള്ളിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: കല്ലിട്ട് എന്തുകൊണ്ട് മാത്രം കാര്യങ്ങളാകെ പൂർത്തിയാകില്ല. ഇപ്പോൾ കപ്പലോടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ. അത് നമ്മൾ കാണണമല്ലോ. 2016 അധികാരത്തിൽ വന്ന സർക്കാരും ഇപ്പോഴുള്ള സർക്കാരും ഉചിതമായ കാര്യങ്ങൾ ചെയ്തു. അത് ക്രെഡിറ്റ് നേടുന്നതിന് വേണ്ടിയല്ല, നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ്. മകളെയും പേരക്കുട്ടിയെയും വിഴിഞ്ഞം സന്ദർശനത്തിൽ ഒപ്പം കൂട്ടിയ വിഷയം ചോദ്യമായപ്പോൾ ലാഘവത്തോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എൻ്റെ മകളും ആ മകളുടെ കുട്ടിയായതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടായത്. അത് സ്വാഭാവികമായിട്ടുള്ളതല്ലേ. നിങ്ങളതൊന്നും ഓർക്കാത്തതുകൊണ്ടാണ്. ഇവിടെ ഇവർക്കെല്ലാം അറിയാം. ആ കുട്ടി വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഞാൻ ചില എക്സിബിഷൻ പോകുമ്പോൾ ഞാൻ എടുത്തു നടന്ന കാര്യം നിങ്ങളെല്ലാം കണ്ടതല്ലേ. മുഖ്യമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് ഗവർണറുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ജനപ്രതിനിധികളല്ലാത്ത 2 പേർ മാത്രമാകും വേദിയിലുണ്ടാകുക. 1 കരുണാദാനി, 2 BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പേരുകളൊന്നും പട്ടികയിലില്ല. ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ആ പേരുണ്ടായിരുന്നില്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ കുമ്മനം രാജശേഖരന്റെ സാന്നിധ്യമുണ്ടാക്കിയ വിവാദം ചെറുതായിരുന്നില്ല. വിഴിഞ്ഞത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യവും ഇതിന്റെ തനിയാവർത്തനമാവുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.